ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പഴുത്ത വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ചക്കയട ഉണ്ടാക്കാമെന്ന്. മൂടക്കടമ്പ് എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്നത്. ആദ്യം തന്നെ ഇതേപോലെ ചെറിയ രീതിയിലാണ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 10-35 ചുളയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കാൻ വെച്ചു. ഇപ്പോൾ കിട്ടുന്ന എല്ലാ ശർക്കരയിലും കല്ലൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ വേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അരിച്ചു വെച്ച ശർക്കര പാനിയിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. എല്ലാവരും ഇപ്പം ചക്കയുടെയൊക്കെ ആക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ അധികം ആളും ആക്കുമ്പോൾ ചക്ക മിക്സിയിലിട്ട് അടിച്ചിട്ടല്ലാന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കേട്ടോ. ചെറിയ രീതിയിൽ ഇതേപോലെ മുറിച്ചിട്ടിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വേവിക്കലാണ് അടുത്ത പണി. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചക്കയും തേങ്ങയും ശർക്കര പാനിയിൽ നന്നായിട്ട് വെന്ത് വരുമെന്ന് നമുക്ക് കാണുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി വെന്ത് പാകമായി വരുന്നെന്ന് കാണുമ്പോൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈ വേവിച്ച ചക്ക ഒഴിച്ചു കൊടുക്കലാണ് അടുത്തത് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ശരിക്കും അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കയ്യിൽ കൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പം നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് തന്നെ കയ്യിൽ കൊണ്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ചൂട് തണിഞ്ഞെന്ന് കാണുമ്പോൾ മാത്രം നമ്മുടെ കൈ കൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതേപോലെ ഉരുട്ടി വയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വാഴയില വാട്ടിയെടുക്കലാണ്. അതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വാട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചക്കയുടെ കെട്ടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി വാഴയിലയിൽ പൊതിഞ്ഞ് ആവിത്തട്ടിൽ വയ്ക്കുകയാണ് വേണ്ടത്. ഇതേ ഷേപ്പിലാക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നല്ലോണം വേവുന്നത് വരെ ആവി കയറ്റുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു അരമണിക്കൂർ ആവി കയറ്റിയതിന് ശേഷം നമ്മളെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂട് തണിഞ്ഞിട്ട് തിന്നുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ നമുക്കാർക്കും അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരെണ്ണം വേഗം എടുത്തിട്ട് ചൂടോടെ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ നിൽക്കലായി. ഇപ്രാവശ്യത്തെ ചക്കയൊക്കെ എല്ലാവർക്കും കഴിഞ്ഞു കാണും അല്ലേ? എന്നാലും എവിടുന്നെങ്കിലും ഒരു ചക്ക കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബായ്.